സെപ്റ്റേജ് മാലിന്യം വാഹനത്തിൽ കൊണ്ടുപോയി ചക്കംകണ്ടം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. മണലൂർ, ഗുരുവായൂർ എംഎൽഎമാരെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി യോഗം ചേരാനാണ് തീരുമാനം. ജനങ്ങളുടെ ആശങ്കകൾ കേട്ട ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സെപ്റ്റേജ് മാലിന്യം വാഹനങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. മുൻഭരണസമിതി ഇത്തരമൊരു തീരുമാനമെടുത്തെങ്കിലും CPIയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിലും CPI കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ച് പൈപ്പ് വഴി മാലിന്യം പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്നതാണ് ഉചിതമെന്ന നിലപാടാണ് CPI പ്രതിനിധിയായ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് സ്വീകരിച്ചത്. മാലിന്യ സംസ്കരണത്തിനായി 27 ലക്ഷം രൂപ ചെലവഴിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ വാങ്ങിയ വാഹനം പ്രദേശവാസികളുടെയും CPIയുടെയും എതിർപ്പിനെ തുടർന്ന് ഇതുവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വാഹനം ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടികൾ നേരിടേണ്ടി വരുമെന്നത് നഗരസഭയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഗുരുവായൂരിലെ ഭൂഗർഭജലത്തിൽ ഈക്കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തോടുകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വാഹനം ഉപയോഗിച്ച് സെപ്റ്റേജ് സംസ്കരണം നടത്തണമെന്ന കർശന നിർദ്ദേശവും ബോർഡ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമവായത്തിനായി സർവകക്ഷി യോഗം വിളിക്കാൻ നഗരസഭ നിർബന്ധിതമായത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു.